ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ജനുവരി 16 നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറി ഡേ ആണ്. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിഫ്റ്റി കണ്ടിന്യൂസ് ഫോൾ ആയിരുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് നിഫ്റ്റി ഒരു ആം, ഒരു ഒരു റേഞ്ചിൽ നിൽക്കുവാണ്. ഒരു സപ്പോർട്ട് എടുത്ത് ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പം നിഫ്റ്റി ഇനിയിപ്പം ഇവിടുന്ന് താഴോട്ടാണോ മുകളിലോട്ടാണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പം നിഫ്റ്റി നിൽക്കുന്നത്. ഇപ്പോഴും നിഫ്റ്റി ഒരു ബിയറിഷ് മോഡിൽ തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് നമ്മളിപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന പറ്റുന്നൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിലെ ചാർട്ടാണ്. നമുക്ക് നോക്കി അറിയാം. അതായത് ഇത് നവംബർ 2024 നവംബർ 21 ലോ ആണത്. അപ്പം ആ ലോയും ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി ഇപ്പം 3 ദിവസമായിട്ട് ഈ നവംബർ 21 ലോ ബ്രേക്ക് ചെയ്ത് ഏകദേശം 23,258 23,260 എന്നുള്ള ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് 3 ദിവസം അതിന് താഴെ ക്ലോസ് ചെയ്തു. അപ്പം നിഫ്റ്റിക്ക് ഇനിയും ഒരു മേകളിലോട്ട് ഒരു അപ് മൂവ് സംഭവിക്കണമെങ്കിൽ നിഫ്റ്റി ഈ 23,260 മേളിൽ ഒരു മണിക്കൂറെങ്കിലും സസ്റ്റെയിൻ ചെയ്യാതെ നമുക്ക് മുകളിലോട്ട് ഒരു അപ് മൂവ് നമുക്ക് പ്രതീക്ഷിക്കാൻ ഭയങ്കര പാടാണ്. അപ്പം അതുകൊണ്ട് ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് ഇന്ന് ഒരു ക്രിട്ടിക്കൽ ഡേ ആണ്. ഇന്ന് എക്സ്പയറി ഡേ ആണ്. നമുക്കറിയാം ഇന്ന് ചിലപ്പം ഓപ്ഷൻ ബയേഴ്സ് മിക്കവാറും ഇന്നലത്തെ ഈ ഒരു റേഞ്ചിനകത്താണ് നിഫ്റ്റി ഇന്ന് കിടന്ന് കളിക്കുന്നതെങ്കിൽ നമ്മൾ ഓപ്ഷൻ ബയേഴ്സ് നന്നായിട്ട് ട്രാപ്പിലായി പോകുന്ന സാധ്യത വളരെ കൂടുതലാണ്. ഇന്നിപ്പം നിഫ്റ്റി രാവിലെ ഓപ്പൺ ചെയ്യുന്നത് ഇതാണ് PDC. അപ്പം ഈ PDCക്കും PDHനും ഇടയ്ക്കായിട്ട് PDHലാണ് നമുക്കിപ്പോൾ ഒരു സിനാരിയോ നമുക്ക് നോക്കാം. PDCയിൽ ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നോക്കി അറിയാൻ പറ്റും. അതായത് ഈ ഒരു ലെവല് ഇവിടെ 1 2 3 4 തവണയോളം ഈ ഒരു ലെവലുകളിൽ വന്നപ്പോഴത്തേന് നിഫ്റ്റി റെസിസ്റ്റൻസ് എടുത്ത് ഫോൾ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പം ഫ്ലാറ്റ് ആയിട്ട് PDCയിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ PDHനടുത്തും ഇവിടേക്ക് വരുമ്പോഴത്തേനെല്ലാം സിവിയർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓപ്പണിങ്ങിൽ നിങ്ങളൊരു കോൾ ഓപ്ഷൻ ബൈ നിങ്ങൾ PDCയിൽ അവിടെ ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഒരു 5 മിനിറ്റെങ്കിലും അവിടെ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ. എടുത്തെങ്കിൽ തന്നെ കോൾ ഓപ്ഷൻ നിങ്ങൾ അവിടെ എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ടാർഗറ്റ് PDHനടുത്ത് ഇമ്മീഡിയറ്റ് ടാർഗറ്റ് വെച്ചിട്ട് കോൾ ഓപ്ഷനിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറണം. ഇൻ കേസ് PDCക്ക് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു പുട്ട് ഓപ്ഷൻ ഉള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് പുട്ട് ഓപ്ഷൻ എടുത്തെങ്കിൽ പോലും നിങ്ങൾക്കറിയാം 2 ദിവസമായിട്ട് നിഫ്റ്റി ഒരു ഹയർ ലോ പാറ്റേൺ നിഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കി അറിയാം. ഇവിടെ ഈ ലോ ബ്രേക്ക് ചെയ്യാതെ ഇപ്പം നിഫ്റ്റി നിൽക്കുന്നുണ്ട് 2 ദിവസമായിട്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം PDCയുടെ താഴെയായിട്ട് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നിഫ്റ്റി താഴോട്ട് വന്നെങ്കിലും PDLൽ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മൾട്ടിപ്പിൾ ടൈംസ് ഈ ഒരു ലെവലുകളിൽ വന്നപ്പോഴത്തേനും നിഫ്റ്റി ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് മേലോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ 2 സിനാരിയോ, ഒന്ന് PDCയിൽ ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് മേളിലോട്ട് പോവുകയാണെങ്കിൽ PDH ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ടാർഗറ്റ് ആണ്. ഇനി PDCക്ക് ജസ്റ്റ് ബിലോ ഓപ്പൺ ചെയ്തിട്ട് താഴോട്ട് പോവുകയാണെങ്കിൽ PDLൽ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് PDL നിങ്ങൾ പുട്ട് ഓപ്ഷൻ മേടിക്കുന്നെങ്കിൽ PDL നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. ഇനി നമ്മൾ PDHലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ യാതൊരു കാരണവശാലും ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ബൈ ചെയ്യരുത്. ഒരു 15 മിനിറ്റെങ്കിലും PDHന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാതെ ഒരിക്കലും യാതൊരു കാരണവശാലും നിങ്ങളൊരു കോൾ ഓപ്ഷനിലോട്ട് പോകരുത്. കാരണം ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു ലെവൽ, അതായത് ഏകദേശം 23,337 എന്നുള്ള ലെവലുകളൊക്കെ സിവിയർ ആയിട്ട് ഫോൺ നടന്ന ലെവലാണ്. അതിന്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ മിക്കവാറും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ലെവലാണ്. അപ്പം ഈ ഒരു 23,336 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് മേളിലോട്ട് നിഫ്റ്റിക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ലെവൽ വരെ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ നിഫ്റ്റിയിൽ ഒരു പൊസിഷൻ നിങ്ങൾ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയും കൂടെ നിങ്ങൾ നോക്കാതെ ഒരിക്കലും യാതൊരു കാരണവശാലും നിഫ്റ്റിയിൽ പൊസിഷൻസ് എടുക്കരുത്. നമ്മൾക്ക് ബാങ്ക് നിഫ്റ്റിയും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. കാരണം ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നിപ്പം ഈ പറഞ്ഞ പോലെ നിഫ്റ്റി നമ്മൾ പറഞ്ഞ പോലെ തന്നെ PDCക്ക് മേളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ
ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ നിഫ്റ്റിയിൽ നിങ്ങൾ ആ പൊസിഷൻ കോൾ ഓപ്ഷൻ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ലെവല് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യം എത്തുന്നതെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ നിഫ്റ്റിയിൽ നിങ്ങളുടെ കോൾ ഓപ്ഷനിലെ പ്രോഫിറ്റ് നിങ്ങൾ ബുക്ക് ചെയ്ത് മാറിയിരിക്കണം. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും ഇതുപോലെ PDCക്ക് ജസ്റ്റ് ബിലോ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയോ നിഫ്റ്റി ആണോ ഏറ്റവും ആദ്യം അതിന്റെ PDയിൽ എത്തുന്നത്, ആ സമയത്ത് നിങ്ങൾ നിഫ്റ്റിയിലെ ആണ് നിങ്ങൾ പൊസിഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ നിഫ്റ്റിയിലെ നിങ്ങളുടെ പുട്ട് ഓപ്ഷനിലെ നിങ്ങളുടെ പ്രോഫിറ്റ് നിങ്ങൾ ബുക്ക് ചെയ്ത് മാറണം. ഹ്യൂജ് ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ, അതായത് PDH മേളിലോ അല്ലെങ്കിൽ PDയിൽ താഴെയോ ആണ് നമ്മൾ ഗ്യാപ്പ് അപ്പായിട്ടോ അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പായിട്ടോ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു പ്രൈസ് ആക്ഷൻ സെറ്റപ്പ് ഇല്ലാതെ നിങ്ങൾ ഒരു യാതൊരു കാരണവശാലും എൻട്രി എടുക്കരുത്, ഒന്ന് വെയിറ്റ് ചെയ്യുക. അതുകൊണ്ട് ഇന്നിപ്പോൾ എക്സ്പയറി ഡേ ആണ്, അതുകൊണ്ട് ഇന്ന് ഓപ്ഷൻ ബയേഴ്സ് ഈ ഒരു ലെവലിലാണ് നിഫ്റ്റി ഇന്ന് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു PDHലോ അല്ലെങ്കിൽ PDLലോ മാത്രം നിങ്ങൾ എൻട്രി എടുക്കുക, അതായിരിക്കും സേഫ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇൻബിറ്റ്വീൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഓപ്ഷൻ ബയേഴ്സ് പ്രീമിയം നന്നായിട്ട് മെൽറ്റ് ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. താങ്ക് യു.